നിലമ്പൂരിൽ CPM കോൺഗ്രസ് ഡീലെന്ന നിലമ്പൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവറിനെ പരാജയപ്പെടുത്താനും LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ വിജയം ഉറപ്പാക്കാനുമാണ് നിലമ്പൂരിൽ UDF CPM ഡീൽ. അൻവർ വിജയിച്ചാൽ നിലമ്പൂരിലെ കോൺഗ്രസുകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. LDF പട്ടികയിൽ ആദ്യമുണ്ടായിരുന്ന പ്രൊഫസർ M തോമസ് മാത്യുവിനെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് ഈ ഡീലിന്റെ ഭാഗമായാണ്. 1996ലും 2011ലും ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം 6000-ൽ താഴെ കൊണ്ടുവന്ന പ്രൊഫസർ M തോമസ് മാത്യു വീണ്ടും മത്സരിച്ചാൽ വിജയസാധ്യത ഉണ്ടാകുമെന്ന ബോധ്യത്തിലാണ് ദുർബലനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയത്. തോമസ് മാത്യു പ്രചരണ രംഗത്തിൽ നിന്നും ഗിരീഷ് മേക്കാട് പറഞ്ഞു. നിലമ്പൂരിൽ ഡീലുണ്ട് എന്ന് ഞങ്ങൾ വ്യക്തമായി പറയാനുണ്ടായ കാരണം അതോടൊപ്പം തന്നെ ഇവിടെ വിജയസാധ്യത ഉണ്ടായിരുന്ന പ്രൊഫസർ M തോമസ് മാത്യു നേരത്തെ 2 ടേമിൽ മത്സരിച്ചതാണ്. ഇവിടെ ജനകീയമായ പലതരത്തിലുമുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് പിന്തുണയുള്ള അദ്ദേഹത്തിന് മത്സരിപ്പിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാറ്റി നിർത്താനുണ്ടായ കാരണം ഈ മുന്നണികൾ തമ്മിലുള്ള ഡീലാണ്. കോൺഗ്രസിനെ ജയിപ്പിക്കാനും അവിടെ CPMനെ മരുമകനെ ജയിപ്പിക്കാനുമുള്ള ഡീലാണ് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല. അതിന് വ്യക്തമായ തെളിവ് നമ്മുടെ ഭാഗത്തുണ്ട്. അവരതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുർബലനായ സ്ഥാനാർത്ഥിയെ LDF നിർത്താൻ കാരണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ. Let's go.